റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും അമ്പരപ്പിക്കുന്നതുമായ ഒരു അധ്യായത്തിനാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ആരംഭിച്ച പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് ശേഷം റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് ഉക്രൈൻ നടത്തിയ ഏറ്റവും ആഴത്തിലുള്ളതും തന്ത്രപരവുമായ ആക്രമണമാണിത്. യുദ്ധമുഖത്ത് നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന റഷ്യൻ നഗരങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഉക്രൈൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഉക്രൈൻ സേനയുടെ അത്യാധുനിക ദീർഘദൂര ഡ്രോണുകൾ ഇത്തവണ ലക്ഷ്യമിട്ടത് സൈബീരിയൻ നഗരമായ ഓംസ്കിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാലയാണ്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ റഷ്യൻ ഭൂപ്രദേശത്തിനുള്ളിലേക്ക് നടന്നതിൽ വെച്ച് ഏറ്റവും ദൂരമേറിയ പ്രഹരമാണിതെന്ന് ഉക്രൈൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നിന്ന് ഏകദേശം 2700 കിലോമീറ്റർ അകലെയുള്ള ഈ തന്ത്രപ്രധാന കേന്ദ്രത്തിലേക്ക് ഡ്രോണുകൾ എത്തിക്കാൻ സാധിച്ചു എന്നത് സൈനിക നിരീക്ഷകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഉക്രൈൻ ജനറൽ സ്റ്റാഫ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഗാസ്പ്രോമിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കൂറ്റൻ റിഫൈനറിക്ക് നേരെ വിജയകരമായ ആക്രമണമാണ് നടന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ലോങ് റേഞ്ച് ഡ്രോണുകൾ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയായിരുന്നു. റഷ്യയുടെ ആകെ അസംസ്കൃത എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ 10% കൈകാര്യം ചെയ്യുന്നത് ഓംസ്കിലെ ഈ ഒരൊറ്റ റിഫൈനറിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിന് നേരെയുണ്ടായ പ്രഹരം റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെയും സൈനിക ഇന്ധന വിതരണത്തിന്റെയും നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമാണ്. ആക്രമണം നടന്നയുടൻ തന്നെ റഷ്യൻ അധികൃതർ സംഭവ സ്ഥലത്തേക്ക് അടിയന്തര രക്ഷാപ്രവർത്തകരെ നിയോഗിക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിക്ക ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. റഷ്യയുടെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യമിട്ട് ഉക്രൈൻ നടത്തിവരുന്ന വിപുലമായ സൈനിക ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ പുതിയ നീക്കം. കേവലം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങാതെ ഒരേ സമയം ഒന്നിലധികം തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന പുതിയ യുദ്ധതന്ത്രമാണ് ഉക്രൈൻ ഇപ്പോൾ പയറ്റുന്നത്. ഓംസ്കിന് പുറമെ റഷ്യയിലെ മറ്റു പ്രധാന എണ്ണ സൗകര്യങ്ങൾക്ക് നേരെയും കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാരോസ്ലോവ്, വൈസ്ലോക്ക്, കലുക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ എണ്ണ സംഭരണശാലകളും റിഫൈനറികളുമാണ് ഉക്രൈനിയൻ ഡ്രോണുകളുടെ ഇരയായത്. റഷ്യൻ സൈന്യത്തിന്റെ ഇന്ധന വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകിടം മറിക്കുക എന്നതാണ് ഈ സൈനിക നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. യുദ്ധമുഖത്തുള്ള ടാങ്കുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും മറ്റ് സൈനിക വാഹനങ്ങൾക്കും ആവശ്യമായ ഇന്ധനം എത്തിക്കുന്നത് തടയുന്നതിലൂടെ റഷ്യയുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉക്രൈൻ കണക്ക് കൂട്ടുന്നുണ്ട്. ആക്രമണം മൂലം റഷ്യൻ റിഫൈനറികൾക്ക് സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മോസ്കോയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും വിലയിരുത്തി വരികയാണ്. കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങളും വിവരവിലക്കുകളും ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ കൃത്യമായ കണക്കുകൾ പുറത്തുവരാൻ സമയമെടുക്കും. ദീർഘദൂര ഡ്രോൺ യുദ്ധത്തിൽ വൻതോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ആക്രമണത്തിലൂടെ പ്രകടമാകുന്നത്. 2 വർഷം മുൻപ് യുദ്ധം ആരംഭിക്കുമ്പോൾ ഉക്രൈന് സ്വന്തമായി ഇത്രയധികം ദൂരപരിധിയുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക സഹായത്തോടെയും സ്വന്തം നിലയിലുള്ള ഗവേഷണങ്ങളിലൂടെയും ഉക്രൈൻ തങ്ങളുടെ ആക്രമണ പരിധി വിസ്മയകരമായ രീതിയിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ മണ്ണിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഊർജ ആസ്തികളിൽ ഒന്നിനെയാണ് ഉക്രൈൻ വിജയകരമായി തകർത്തിരിക്കുന്നത്. ഇത് കേവലം ഒരു സൈനിക വിജയം മാത്രമല്ല, റഷ്യൻ ജനതയ്ക്കും ഭരണകൂടത്തിനും നൽകുന്ന വലിയൊരു മനഃശാസ്ത്രപരമായ പ്രഹരം കൂടിയാണ്. മോസ്കോയിലെയും സെന്റ് പീറ്റേഴ്സ്ബർഗിലെയും ജനങ്ങൾക്ക് യുദ്ധം തങ്ങളിൽ നിന്നും വളരെ ദൂരെയാണെന്ന തോന്നൽ ഇനി ഉണ്ടാകില്ലെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നു. യുദ്ധത്തിന്റെ വ്യാപ്തി റഷ്യൻ അതിർത്തി കടന്ന് ആഭ്യന്തര പ്രദേശങ്ങളിലേക്ക് ആഴത്തിൽ വ്യാപിക്കുന്നത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കും. റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളുടെ പരാജയമാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം അതിർത്തിക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കേന്ദ്രത്തെ പോലും സംരക്ഷിക്കാൻ റഷ്യൻ വ്യോമ പ്രതിരോധത്തിന് സാധിച്ചില്ലെന്നത് പുടിൻ ഭരണകൂടത്തിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഈ ഡ്രോൺ ആക്രമണങ്ങൾ ആഗോള എണ്ണ വിപണിയെയും വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒരാളായ റഷ്യയുടെ റിഫൈനറികൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നത് ആഗോളതലത്തിൽ ഇന്ധനവില ഉയരുന്നതിന് കാരണമായേക്കാം.
സാമ്പത്തിക തകർച്ച നേരിടുന്ന റഷ്യക്ക് ഇത് ഇരട്ട പ്രഹരമാകും. ഉക്രൈന്റെ ഈ പുതിയ യുദ്ധതന്ത്രം പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളിലും മാറ്റം വരുത്തിയേക്കാം. റഷ്യൻ ഭൂപ്രദേശത്തിനുള്ളിലേക്ക് ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിനെ നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഉക്രൈൻ സ്വന്തമായി വികസിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്നില്ല. റഷ്യ ഉക്രൈനു മേൽ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇതെന്നാണ് കീവിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ നഗരങ്ങളും ഊർജ്ജ ശൃംഖലകളും തകർക്കുന്ന റഷ്യക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഉക്രൈൻ തെളിയിച്ചിരിക്കുന്നു. സൈബീരിയ പോലുള്ള വിദൂര മേഖലകളിൽ പോലും ഡ്രോണുകൾ എത്തിക്കാൻ കഴിഞ്ഞത് ഉക്രൈന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ മികവിനെ കൂടിയാണ് കാണിക്കുന്നത്. റഷ്യൻ വ്യോമ പ്രതിരോധ റഡാറുകളുടെ ബലഹീനതകളും അവയുടെ സ്ഥാനങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാണ് ഡ്രോണുകളുടെ പാത നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് റഷ്യൻ മിലിറ്ററി കമാൻഡർമാരെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആക്രമണത്തെ തുടർന്ന് റഷ്യൻ എണ്ണ കമ്പനികൾ തങ്ങളുടെ പ്രധാന പ്ലാന്റുകളുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റിഫൈനറികൾക്ക് ചുറ്റും വിന്യസിക്കാൻ റഷ്യ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ ആക്രമണം ഉക്രൈനിയൻ ജനതയുടെയും സൈന്യത്തിന്റെയും മനോവീര്യം വൻതോതിൽ ഉയർത്താൻ സഹായിക്കും. കടുത്ത റഷ്യൻ ആക്രമണങ്ങൾക്കിടയിലും ശത്രുവിന്റെ ഹൃദയഭാഗത്ത് ചെന്ന് പ്രഹരിക്കാൻ സാധിക്കുന്നത് ഉക്രൈന്റെ പോരാട്ട വീര്യത്തിന്റെ തെളിവാണ്. വരും ആഴ്ചകളിൽ യുദ്ധത്തിന്റെ ഗതി ഏത് ദിശയിലേക്കാണ് മാറുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇത്രയും വലിയൊരു ദീർഘദൂര ആക്രമണം നടത്താൻ ഉക്രൈന് സാധിച്ച സ്ഥിതിക്ക് റഷ്യയിലെ മറ്റ് പ്രധാന തന്ത്രപ്രധാന നഗരങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും ഇപ്പോൾ വലിയ ഭീഷണിയിലാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ സങ്കീർണവും അപകടകരവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ഈ സൈബീരിയൻ സ്ട്രൈക്ക് വ്യക്തമാക്കുന്നുണ്ട്.